ഹായ്. അതെ, ഞാനിന്ന് ചോക്ലേറ്റ് പോലെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റുന്ന ക്രഞ്ചി ബൈറ്റ്സാണ് ഉണ്ടാക്കിയത്. ഞാനിവിടെ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ കാഷ്യൂം, ആൽമണ്ട്സും പംകിൻ സീഡും ഡേറ്റ്സും ഒക്കെയാണ്. അപ്പോൾ ഈ നട്ട്സിനകത്തൊക്കെ ഒത്തിരി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം നട്ട്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 20 ഗ്രാം, 18 ഗ്രാം, 25 ഗ്രാം ഇങ്ങനെ അതിനകത്ത് പ്രോട്ടീൻ റിച്ചാണ്. അപ്പം വളരെ ഹെൽത്തിയാണ്. അതുപോലെ ഫൈബറും വിറ്റമിൻസും ഒക്കെ ഉണ്ട്. ഡേറ്റ്സിനകത്താണെങ്കിൽ അയണൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. ആദ്യം തന്നെ കുറച്ച് ആൽമണ്ട്സ്, പംകിൻ സീഡ്സ്, പിസ്റ്റാഷ്യോ, കാഷ്യൂ, ഡേറ്റ്സ് ഇത്രയും എടുത്ത് വെക്കുക. ഡേറ്റ്സ് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഹണി ഒഴിച്ച ശേഷം ഡേറ്റ്സ് കുരുവൊക്കെ മാറ്റിയിട്ട് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് വെനില എസൻസ് കൂടി ചേർക്കാം. അതിനുശേഷം ഈ രണ്ട് ഐറ്റംസ്, അതായത് ക്രഷ് ചെയ്ത് വെച്ച നട്ട്സും ഡേറ്റ്സും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റോൾ ചെയ്ത് ഒന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ശേഷം കുറച്ച് വൈറ്റ് സീസേമും ചേർത്ത് നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റാണ്.